വെസ്റ്റ് ജർമ്മനിയിലെ ഒരു സ്ഥലത്ത് അവിടെ പുതിയതായിട്ട് ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു വളർച്ചാക്കുറവ് അല്ലെങ്കിൽ അവർക്ക് ശരീരത്തിന്റെ വളർച്ചയിൽ ചില പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ശാസ്ത്രലോകത്തെ പല ആളുകളും ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷേ ഇതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണ കിട്ടില്ല. എന്താണ് ഇങ്ങനത്തെ ഒരു കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പുതിയതായിട്ട് ജനിക്കുന്ന ഈ കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്നുള്ളത് പലരും അന്വേഷിച്ചു. 1950കളുടെ ഏറ്റവും അവസാനം, 1960കൾക്ക് അടുപ്പിച്ചിട്ടാണ് ഈ പറയുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിന് പ്രധാനപ്പെട്ടമായ ഒരു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് 1957 ഈ പറയുന്ന ജർമ്മനിയിൽ ഒരു പുതിയതായിട്ട് ഒരു മരുന്ന് കമ്പനി രൂപപ്പെട്ടു. ആ മരുന്ന് കമ്പനി അവരൊരു പുതിയ മരുന്ന് പുറത്തിറക്കി, താലിഡോമൈഡ് എന്ന് പറയുന്ന ഒരു മരുന്ന് പുറത്തിറക്കി. ആ മരുന്ന് പ്രധാനമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തലവേദനയ്ക്കും അതേപോലെ പെട്ടെന്ന് ഉണ്ടാകുന്ന സിക്നെസ്സിനൊക്കെയാണ് ഈ കൂടുതൽ ആളുകളും ഈ പറയുന്ന മരുന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം അന്ന് ആ സമയത്ത് ഈ പറയുന്ന ഡോക്ടർമാര്, പ്രഗ്നൻസി ഉള്ള വുമൻസ് കൂടുതലും ഈ പറയുന്ന ആ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ചില സിക്നെസ്സും അല്ലെങ്കിൽ അല്ലാതെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങൾക്കൊക്കെ ഒരു ഡോക്ടറിനെ സമീപിക്കും. ഇപ്പൊ ഡോക്ടർമാർ കൂടുതലും ഈ പറയുന്ന താലിഡോമൈഡ്, അതായത് പെട്ടെന്ന് ക്യൂർ ആവുന്ന ഒരു മരുന്നാണ് താലിഡോമൈഡ് എന്നുള്ള രീതിയിൽ എല്ലാവരും അങ്ങനെ വിശ്വസിച്ചു. അപ്പൊ ഡോക്ടർമാർ കൂടുതലും ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. ഈ പറയുന്ന രോഗികൾക്ക് ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതുകൊണ്ട് സംഭവിച്ചത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ പറയുന്ന ആദ്യത്തെ ഈ പ്രഗ്നൻസി ടൈമിൽ കൂടുതലും ഇങ്ങനത്തെ ആളുകൾക്കാണ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ പ്രഗ്നൻസി ടൈമിൽ വരുന്ന ലേഡീസിന് ആദ്യത്തെ ഒരു 3 മാസത്തേക്ക് അവർക്ക് ഈ പറയുന്ന നഖത്താണ് ഇവർ മരുന്ന് കഴിക്കുന്നെങ്കിൽ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന അംഗവൈകല്യമോ അല്ലെങ്കിൽ അവർക്ക് ശരീരത്തിലുള്ള വളർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം ഇത് ആദ്യം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. 1962 കാലത്തിൽ ഓസ്ട്രേലിയയിലെ ഒരു സയന്റിസ്റ്റ് വില്യം മാക്ടൈഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു സംശയം അവർക്ക് ജനിച്ചത്. അതായത് ഈ പറയുന്ന സ്ത്രീകളിൽ അല്ലെങ്കിൽ ഇതേപോലെ അംഗവൈകല്യം ഉണ്ടായുള്ള കുട്ടികളുടെ പാരന്റ്സുമായിട്ട് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇവർ പ്രഗ്നൻസി ടൈമിൽ ഈ പറയുന്ന താലിഡോമൈഡ് എന്ന് പറയുന്ന മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആണ് ഈ പ്രശ്നം വരിക അല്ലെങ്കിൽ വന്നത് എന്നുള്ളത് ഇവർക്ക് അതിൽ നിന്ന് കണ്ടെത്താനും പറ്റി. ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധനകളൊക്കെ നടത്തിയപ്പോഴത്തേക്കും ഈ പറയുന്ന മരുന്ന് കാരണമാണ് എന്നുള്ളത് സ്ഥിരീകരിക്കാനും പറ്റി. പിന്നീട് ഈ പറയുന്ന മരുന്ന് പല ലോകരാജ്യങ്ങളും ഇവർ കയറ്റുമതി നിർത്തുകയും, അതേപോലെ അമേരിക്കയിൽ ഈ പറയുന്ന മരുന്ന് ആ സമയത്ത് ചില ടെസ്റ്റുകൾ, അതായത് ആദ്യകാലത്ത് അമേരിക്കയിൽ നടത്തിയ ചില ടെസ്റ്റുകളിൽ ഈ മരുന്ന് ഫെയിലായി പോകുന്ന സമയത്ത് അതുകൊണ്ട് മരുന്ന് അമേരിക്കയിലേക്ക് അവർക്ക് ആദ്യം കാലത്ത് കയറ്റി അയക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ പല രാജ്യങ്ങളും ഇതിനെക്കുറിച്ച് അവർക്ക് ധാരണ ഇല്ലായിരുന്നു. അവർ ഈ പറയുന്ന മരുന്ന് യൂസ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ ഈ പറയുന്ന 1962 ഈ പറയുന്ന കണ്ടുപിടുത്തത്തിന് ശേഷം ഈ പറയുന്ന കമ്പനിയോട് വിശദീകരണം ചോദിക്കുകയും അപ്പൊ കമ്പനി പറഞ്ഞു അവർക്ക് ശാസ്ത്രീയമായി പറ്റിയ തെറ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവം ഉണ്ടായെന്നുള്ളത് പറഞ്ഞു. പക്ഷെ ഇന്നും ഈ പറയുന്ന മരുന്ന് ഉപയോഗിച്ച് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്നും പല പോരാട്ടങ്ങൾ ഈ പറഞ്ഞ ജർമ്മനിയിലെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മരുന്ന് അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഈ പറയുന്ന മരുന്നിന് കൂടുതൽ, അതായത് ഈ പറയുന്ന ഇതേപോലത്തെ ഡ്രഗ് കൺട്രോളിംഗ് ബ്യൂറോയും അതേപോലത്തെ കാര്യങ്ങളൊക്കെ നിലവിൽ വന്നത്.